അയ്യോ കാഴ്ചകൾ കാണുന്നവരൊക്കെ എന്തായാലും ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഈ കുഞ്ഞു വാവയുടെ മജ്ജ മാറ്റി വെക്കണമെന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു വീഡിയോയുമായി എത്തിയ സമയത്ത് ഒരുപാട് കാരുണ്യമനസ്കരായ നന്മ നിറഞ്ഞ മലയാളി സൗഹൃദങ്ങളെ സഹായിച്ചതും സഹകരിച്ചതും കൊണ്ടാണ് ഈ കുഞ്ഞു വാവ ഇപ്പം പുഞ്ചിരിയോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും വലിയ രീതിയിലുള്ള സംതൃപ്തിയും. കരഞ്ഞുകൊണ്ട് വേദന സഹിക്കാൻ പറ്റാതെ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ഈ കുഞ്ഞു വാവയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി തന്നില്ലേ? അന്ന് ഈ അമ്മയുടെ കരച്ചിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ സങ്കടത്തോടു കൂടി നമ്മുടെ മുന്നിലേക്ക് വന്ന ഈ അമ്മയും കുഞ്ഞും ഇന്ന് പുഞ്ചിരിയോടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. തലശ്ശേരിയിൽ വെച്ച് കാസർഗോഡ് കാഞ്ഞങ്ങാട് മീനാ ബസാറിലാണ് ഇവരെ വീട്. അപ്പോൾ തലശ്ശേരി വെച്ച് എന്നെ കാണുകയും ആ ഒരു സന്തോഷത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അത്രയും സന്തോഷമായി. ഈ പൊന്നും മോനും വേണ്ടി വലിയ രീതിയിൽ വലിയ പ്രയത്നങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ പടച്ചോന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ കുഞ്ഞിൻ്റെ അച്ഛനെ പറ്റി എനിക്ക് 2 വാക്ക് പറഞ്ഞേ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അനൂപ് ഏത് സമയം എന്നെ വിളിക്കും, ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടും കുഞ്ഞിൻ്റെ ഓരോ വിവരങ്ങൾ പറഞ്ഞിട്ടും ഓരോ അപ്ഡേഷനും എന്നെ അറിയിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ ഒരു ആകർഷണം തോന്നിയത് അനൂപ് അവിടെ നിൽക്കുന്ന സമയത്ത് മിംസ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലുള്ള ഒരു തട്ടുകടയിൽ ജോലി ചെയ്തുകൊണ്ട് 500 രൂപ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു തുക കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അവിടെ ജോലി ചെയ്ത് കുഞ്ഞിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തി. ഇപ്പോൾ കുഞ്ഞിൻ്റെ ചികിത്സ പൂർണ്ണമായും അസുഖങ്ങളൊക്കെ ഭേദമായ രീതിയിലാണ്. ഇനി ഇടയ്ക്കിടയ്ക്കുള്ള ചെക്കപ്പും കാര്യങ്ങളും മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഏകദേശം 35 ലക്ഷം രൂപയോളം നമുക്ക് ഹോസ്പിറ്റലിൽ ചിലവായിട്ടുണ്ട്. അതിന് പുറമെ കുഞ്ഞിന് നിർഭാഗ്യവശാൽ ഇൻഫെക്ഷൻ ബാധിച്ച് ഒരു 8 ലക്ഷം രൂപയോളം മിംസിന് ബാലൻസ് കൊടുക്കാനുണ്ട്. എന്തായാലും പൈസ നമുക്ക് എങ്ങനെയെങ്കിലും ആക്കി കൊടുക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടിയില്ല. അതുമാത്രമാണ് ആദ്യം ദൈവത്തിനോട് നന്ദി പറയുക. അതേപോലെ സഹകരിച്ച ഇതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത പ്രാർത്ഥനയുടെ കൂടെ നിന്ന് എല്ലാവരും നന്ദി രേഖപ്പെടുത്തും. വളരെ